Good afternoon. So, the last class we were discussing our lenses law. Okay, so I think you know what is the lenses law. And the lenses law what is it? So, we induced EMF padichu. Then we discussed about the electromagnetic induction. Then Faraday's law. Then last we discussed lenses law. Okay. So these are the topics we have discussed in the last class. So what is lenses law? Lenses law പഠിച്ചാൽ lenses law? The direction of induced current. The induced current direction എന്താണ്? Causes of motion oppose ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താ നമ്മളിപ്പോ നോർത്ത് പോൾ കൊണ്ടുവരുവാണെങ്കിൽ അപ്പൊ എന്താ കോസ് എന്താ ഇതിനെ കൊണ്ടുവരുന്നു അല്ലെ. കോസിന് എന്താണോ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്. സോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യും. ഇവിടെയാണെങ്കിലോ മുകളിലേക്ക് എടുക്കുമല്ലോ. അപ്പൊ എന്താ അതിന് ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? താഴത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വരും. അപ്പൊ എന്താണ് ഇവിടെ എന്ത് ചെയ്യും? സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ലെൻസസ് ലോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൗ ലെൻസസ് ലോ ഈസ് റിലേറ്റഡ് ടു കൺസർവേഷൻ ഓഫ് എനർജി. സോ നമ്മളിവിടെ നോർമലി നമ്മൾ ഈ മാഗ്നറ്റ് എന്താ ഇതിനകത്തേക്ക് കൊണ്ടുവരുമല്ലേ. സോ ഇവിടെ നമ്മൾ ഈ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് അത് എന്താണ്, അതൊരു ഒരു ഇമാജിനറി തിങ് ആണ്. അത് നമ്മൾ എന്താ കൊണ്ടുവരുമ്പോ എന്താ അക്കോർഡിംഗ് ലെൻസസ് ലോ എന്താ ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ അല്ല പറയുന്നത്. ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ എന്താ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്താണ് ഇൻഡ്യൂസ് കറന്റ് ഡയറക്ഷൻ. അപ്പൊ എന്താ കൊണ്ടുവരുമ്പോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ. ഒപ്പോസ് ചെയ്യണമെങ്കിൽ എന്താ അർത്ഥം എന്താ? നോർത്ത് ആണെങ്കിൽ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇവിടെ റിപ്പൾഷൻ ഉണ്ടാകുന്നത്. റിപ്പൾഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ റിപ്പൾസീവ് ഫോഴ്സിന് ഉണ്ടായിട്ട് പോലും നമ്മൾ എന്താണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. കൊണ്ടുവരുമ്പോൾ ഫ്ലക്സ് കട്ടിയും കാരണം ഉണ്ടാവും. അപ്പൊ എന്താ കൊണ്ടുവരുമ്പോ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഇവിടെ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ നോർത്ത് പോൾ എന്താണ് ഇതിനെ നമ്മൾ ഈ മോഷൻ എന്ത് ചെയ്യും? റിപ്പൾസീവ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്? മൂവ് ചെയ്യുമ്പോൾ എന്താണ്? വി ആർ ഡൂയിങ് എ വർക്ക് അഗെയിൻസ്റ്റ് ദ റിപ്പൾസീവ് ഫോഴ്സ്. ഇതിനെ പിടിച്ച് റിപ്പൾസ് ചെയ്യുന്ന രീതിയിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ എന്ത് അകത്തേക്ക് കൊണ്ടുവരുമല്ലേ. ഇത് ശരിക്കും നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ഈ സംഭവത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താ കട്ടിയും ഇതിനെ പുറത്തോട്ട് എടുക്കുമ്പോ എന്താ കട്ടിയും കൊണ്ടുവരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക ശരിക്കും ചെയ്യുന്നത്? ഈ റിപ്പൾസീവ് ഫോഴ്സിനെതിരെ എന്താണ് വി ആർ ഡൂയിങ് എ വർക്ക്. ഓക്കെ, സോ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ വർക്ക് എന്താണ്? ആ വർക്കാണ് എന്ത് ചെയ്യുന്നത്? ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ആ വർക്ക് എന്താണ് ഇവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്. That work is converted into electrical energy. So ആ ഇലക്ട്രിക്കൽ എനർജിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നൗ ഈ കണ്ടക്ടറിനകത്തുനിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുമ്പോൾ അക്കോർഡിംഗ് ടു ജൂൾസ് ഹീറ്റിംഗ് എഫക്ട് എന്താണ്? ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഈസ് കൺവേർട്ടഡ് ഇൻടു എന്താണ്? കൺവേർട്ടിംഗ് ഇൻടു ഹീറ്റ് എനർജി. ഓക്കെ, so this is conservation of energy. What is conservation of energy? And the energy can transform from one form to another. സോ ഇലക്ട്രിക്കൽ എനർജി എന്താ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യില്ലേ. സോ ഒരു എനർജി എന്താ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് എനർജിയെ നമുക്ക് എന്താ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി. ആ ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. സിമിലർലി ഹിയർ ഇവിടെ നോക്കിയേ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യുവാണ്? ഇവിടുന്ന് എന്താ ഇങ്ങനെ ഇവിടുന്ന് എന്താ കൊണ്ടുപോകുമല്ലേ. കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? കൊണ്ടുപോകുമ്പോ എന്താ സംഭവിക്കുന്നത്? അതിനെ മോഷനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ അത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ സൗത്ത് പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ സൗത്ത് പോൾ എന്ത് ചെയ്യുന്നതാണ്? ഈ മാഗ്നറ്റിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ നോക്കുമല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നു? അട്രാക്ഷൻ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ എന്താ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ വി ആർ ഡൂയിങ് എ സെയിം വർക്ക് ഹിയർ അല്ലെ. സോ ആ വർക്ക് എന്താണ്? ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ദാറ്റ് വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ അതാണ് നമുക്ക് എന്താ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ആയിട്ട് കിട്ടുന്നത്. സോ ദാറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്? ഈസ് അഗൈൻ കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. So I think you understand what is the conservation of energy, how the Lorentz force related to means Lenz's law related to conservation of energy. Okay, Lenz's law conservation of energy relation മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇവിടെ എന്താ എനർജി എന്ത് ചെയ്യുകയാണ്? ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് എനർജി. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ എന്താണ് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് സപ്പോസ് ഇവിടെ നമ്മൾ എന്താ ഒപ്പോസ് ചെയ്യുമ്പോൾ നമ്മളെന്താ ഇവിടെ നോർത്ത് പോൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു പോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? ആ ഒപ്പോസീവ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുക. ഇവിടെയാണെങ്കിലോ നമ്മളെന്താ കൊണ്ടുപോകുന്നു. അപ്പൊ എന്താ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. സോ ആ ഒപ്പോസീവ് ഫോഴ്സിനെ നമ്മൾ എന്താ വർക്ക് ചെയ്യുവാണ്. ആ വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി. അതാണ് ഡിഫ്ലക്ഷൻ തരുന്നത്.
ആ ഇലക്ട്രിക് എനർജി എന്താണ്? കണ്ടക്ടർ ആണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താവും? ഹീറ്റ് ഉണ്ടാവും. സോ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ ഓഫ് Lenz's law and conservation of energy. Okay, clear? So next topic is Fleming's right hand rule. Okay, so I think you are familiar about Fleming's left hand rule. Both the rules are almost same, but the aim of the rule is different. Okay, Fleming's left hand rule endana? It is used for finding the direction of motion of the conductor. Current carrying means current carrying conductor magnetic field വെക്കുമ്പോൾ ആ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്തു, ഡയറക്ഷൻ ഓഫ് മോഷൻ അറിയാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് റൂളും. Right hand rule ആണെങ്കിലോ, when a conductor is moving, just a conductor moving through a magnetic field, and what happened? It cut the magnetic flux. So a current is developing in the conductor. നമ്മൾ AC generator പഠിച്ചിട്ടില്ല, similar to the AC generator. AC generator എന്താ? Armature coil is moving through that എന്താണ്? Magnetic field. So it cut the magnetic field. So a current is induced in that conductor. So the direction of that induced current that we can find using a right hand rule. Okay, so what is right hand rule? Similar to left hand rule, and stretch your fingers in that is in mutually perpendicular, the thumb and pointing finger and the middle finger. This is the this will give the direction of motion or force, and this will give the magnetic field, and this will give the direction of current. So we need this finger, direction of current. So that is the aim of this right hand rule. Direction of induced current, when a conductor moving through magnetic field, so there is a current is developing in the conductor. So that induced current, the direction of induced current, we can find using a right hand rule. So force, field, current. So for the, you can remember, you see the thing, force, field, current, using a trick. That is, force means you can compare this force, field, current with father. Father means force, then mother, magnetic field, then current, child. Father, mother, child. Father, mother, child means force, field, current. Okay, force means father, magnetic field means mother, and current means child. Okay, അങ്ങനെ നമുക്ക് എന്താ റിലേറ്റീവ് പഠിക്കാം. സോ നമുക്ക് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ് കറണ്ട് when a current carrying conductor is when a conductor is moving through a magnetic field. So a current is induced in that conductor because it cut the flux. Okay, so the direction of induced current endana we can find using this Fleming's right hand rule. Okay, so next topic, motional EMF from Faraday's law. Okay, so we know Faraday's law, so but we don't know what is motional EMF. So motional EMF is very simple. So motional EMF, the EMF that created due to the motion of the conductor. Okay, EMF എന്താ? കണ്ടക്ടറിന്റെ മോഷൻ. എപ്പോൾ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെയുള്ള മോഷൻ കാരണം എന്താ? കണ്ടക്ടറിനകത്ത് ഒരു EMF ഉണ്ടാവും. ദാറ്റ് EMF is known as motional EMF. എപ്പോ? അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിന്റെ മോഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ആണ്, സപ്പോസ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സപ്പോസ് എന്താണ്? ഒരു യു ഷേപ്ഡ് റെയിലാണത്. ഇതിനകത്തോട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഒരു കണ്ടക്ടിങ് റെയിലാണ്, നമുക്ക് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ PQ ആണ് നമ്മുടെ കണ്ടക്ടർ. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ എന്താ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുവാണ്. സോ കണ്ടക്ടറിന്റെ മോഷൻ മൂലം എന്തുണ്ടാവും? കണ്ടക്ടറിന്റെ മോഷൻ മൂലം മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും. സോ PQ എന്താണ്? കറണ്ട് ഉണ്ടാവും. PQ ഈ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ, PQ ഈ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ, സോ what is motional EMF? Motional EMF is the EMF created in the end in the conductor due to its motion through the magnetic field. ഒരു കണ്ടക്ടർ എന്താ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മോഷൻ മൂലം ഉണ്ടാവുന്ന EMF ആണ് motional EMF. Okay, so now we are going to discuss motional EMF from Faraday's law. Okay, so ഞാൻ പറഞ്ഞു what is the motional EMF. So നമുക്ക് we have a U-shaped rail. Okay, having and a conductor PQ is moving through with the rail. The magnetic field is into the plane. It moving to the left side. Velocity ingottannu move cheyyunnathu. So the length of the PQ is L and the breadth of this loop is X. Okay, and conductor is moving towards the left. So when the conductor ingottu move cheyyumbol now it will cut the flux. Okay, flux ne cut cheyum.
So ഞാൻ പറഞ്ഞു ഈ കണ്ടക്ടർ പി ക്യു എന്താണ്, പി ക്യു ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് ബി കട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ. കണ്ടക്ടർ മൂവ് ചെയ്യുമോ, ഈ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ എന്താ, ഫ്ലക്സിനെ കട്ട് ചെയ്യും. സോ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫ്ലക്സ്? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി എ. സോ here A is the area. So what is area? Area is equal to length into breadth. Length L ആണ്, breadth x ആണ്. So what is L into x? So what is flux? Flux is equal to B into L into x. So now we are going to calculate what is rate of change of flux, d phi by dt. So what is the value? d by dt of BL x. Now BL നമുക്ക് പുറത്തേക്ക് എടുക്കാം. x is varying, x ആണ് vary ചെയ്യുന്നത്, BL constant ആണ്, x ആണ് ഈ ഡിസ്റ്റൻസ് ആണ് vary ചെയ്യുന്നത്. So d by dt of x. So what is dx by dt? That is velocity അല്ലെ. dx by dt is velocity. So we can get the value, that is BLV. So d phi by dt എന്ത് കിട്ടി? BLV. This is equation number 1. Now we know according to Faraday's law, d phi by dt is equal to E. E is equal to d phi by dt. So this is equation number 2. From 1 and 2 we can conclude that motion EMF of E is equal to BLV. So motion EMF in equation 30 BLV, where B is the magnetic field, L is the length and V is the velocity. Okay, so this is motion EMF and Faraday's law. Okay, so our next topic is motion EMF from using Lorentz force. Okay, so you know what is Lorentz force? Lorentz force ആണ് പഠിച്ചിട്ടുണ്ട്. What is the Lorentz force? The force acting on a charge particle, means electron അല്ലെ, a charge particle placed in a magnetic field, that is known as F is equal to Q into V cross B. Okay, so you know what is motion EMF. Motion EMF എന്താണ്, ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മോഷൻ ചെയ്യുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്തുണ്ടാകുന്ന EMF ആണ് motion EMF. So now we can find what is the relation between EMF and motion Lorentz force. Okay, so this conductor have free electrons അല്ലെ, free electrons ഉണ്ട്. So ഈ കണ്ടക്ടറിനകത്ത് free electrons ഉണ്ട്. So much free electrons. So now the magnetic field ഇരിക്കുകയാണ്, magnetic field into the plane ആണ്, into the plane ഇങ്ങോട്ടാണ്, into the page, into the board. Okay, so ഈ കണ്ടക്ടറിന്റെ പുറത്ത് ഫോഴ്സ് ഉണ്ടാവും, that is QVB. So we know what is QV cross B, VB sin theta. Okay, and what's the ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടല്ലേ, വെലോസിറ്റി ഇങ്ങോട്ടല്ലേ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്താ, വെലോസിറ്റി ഇങ്ങോട്ട്, വെലോസിറ്റി എന്താ ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് എന്താ ഇങ്ങോട്ട്. അപ്പോൾ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദം? 90 ഡിഗ്രി. സോ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, സോ വി ഗെറ്റ് QVB sin 90. Sin 90 you know one. So what is the force, Lorentz force acting on the charge particle QVB? Question number 1. Now here the Lorentz force, due to the Lorentz force, you know what is the Lorentz force? F is equal to Q into V cross B. So how will you find the direction of V cross B? Direction of V cross B. Okay, so vector product rule ഉണ്ട്, V cross B യുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെക്കുക. സോ V cross B യുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് A cross B. A cross B ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും കൂടെ ഡയറക്ഷൻ നമുക്ക് എന്ത് വരും? തമ്പ് തരും. ഓക്കെ, ഇത് A ഇത് B ആണെങ്കിൽ ഡയറക്ഷൻ എന്ത് വരും? തമ്പ് തരും. സോ വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് V cross B? V cross B എന്താ? V ഇങ്ങോട്ട് ആൻഡ് B into the plane. Okay, direction of എന്തായിരിക്കും? Direction of V cross B മുകളിലേക്ക്, upward ആയിരിക്കും, upward. So due to this force എന്തുണ്ടാവും? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് എന്താ, ഈ എൻഡിൽ നിന്ന് Q എൻഡിൽ നിന്ന് അങ്ങോട്ട് പോകും, എൻഡിൽ നിന്ന് P എൻഡിലേക്ക് പോകും. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ വരും. ഇവിടെ എന്താ, ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. സോ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ഇവിടെ ഇലക്ട്രോൺ കിട്ടുന്നു. സോ ദിസ് വിൽ ക്രിയേറ്റ് ആൻ electric field. Okay, so what is the equation for electric field? You know what is the equation for electric field? That is F is equal to E is equal to F by Q. Okay, E is equal to force per charge. So what is force? This is equation number 1. So what is force? Force is equal to EQ. Now the left hand sides are equal. Now we will equate the right hand side. Okay, so what is that? That is EQ is equal to, this is QVB. Okay, that is
QVB. We already write that QVB. F is equal to QVB. Question number 1 and question number 2. EQ is equal to QVB. Then now what will happen? EQ and QVB. Okay. Then this Q and QVB cancel. You get E is equal to V into B. So by solving, what you get? E is equal to VB. E is equal to VB. Solving that two equations, we get E is equal to VB. So we know what is EMF. EMF is a potential per length. Okay, potential per length. In second chapter, you studied that EMF is equal to potential per length. Potential difference per unit length. EMF is equal to potential difference per unit length. Substitute this here. In place of E, you can substitute V by L. So V by L is equal to V into D. Okay. So V by L is equal to V into D. So this is potential and this is potential V. This is velocity V. Okay. Don't get confused that it is potential V. This is velocity V. So what is V potential? Potential means EMF. EMF is equal to V L V. So this is the equation for motional EMF. This is EMF potential. Okay. This is velocity. So we get E is equal to BL V. Okay. Clear? So this is the motional EMF from Lorentz force. This is velocity and this is the potential, that is EMF. Okay, clear?